ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭാ മാതാവ് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. ബാഹ്യമായ നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന യഹൂദരെ യേശുനാഥൻ വിമർശിക്കുന്ന രംഗമാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. യഹൂദരുടെ ചരിത്ര പശ്ചാത്തലം അന്വേഷിക്കുമ്പോൾ സഞ്ചാരികളായിരുന്ന അവരുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ടായിരുന്നവയായിരുന്നു ഈ ബാഹിക നിയമങ്ങൾ. പ്രത്യേകിച്ച് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുക, അവരുടെ പാത്രങ്ങളൊക്കെ വിശുദ്ധീകരിക്കുക, അങ്ങനെ ഒത്തിരി അധികം ബാഹ്യ നിയമങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഇത് അവിടെ ഉണ്ടായിരുന്ന സാംക്രമിക രോഗങ്ങളിൽ നിന്നൊക്കെ ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് വളരെ നല്ലതായിരുന്നു. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ബാഹിക നിയമങ്ങൾക്ക് പ്രാധാന്യം നൽകി അവർ ആന്തരിക നിയമങ്ങൾ മറന്നുപോയി. കാരണം വചനത്തിൽ പലയിടത്തും നമ്മൾ കാണുന്നൊരു കാര്യമാണ്, ദൈവം ഹൃദയം നോക്കുന്നതാണ്. ദൈവം ഒരിക്കലും ബാഹ്യമായ അടയാളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവനല്ല. എൻ്റെ ഉള്ളറകളിലെ സ്നേഹത്തെക്കുറിച്ചാണ് ദൈവം അന്വേഷിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽക്കാർക്ക് ഈ ഉള്ളറകളിലെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. അവരുടെ ഉള്ളിൽ ദൈവത്തോടുണ്ടായിരുന്ന വിശ്വാസവും സ്നേഹവും മറ്റു മനുഷ്യരോടുണ്ടായിരുന്ന സ്നേഹമൊക്കെ പതുക്കെ നഷ്ടപ്പെട്ട് ബാഹ്യമായ നിയമങ്ങൾ അനുഷ്ഠിക്കുന്ന മനുഷ്യരായി മാത്രം അവർ ചുരുങ്ങിപ്പോയി. ഇതിനെയാണ് യേശുനാഥൻ എതിർക്കുന്നത്. എന്നിട്ട് യേശുനാഥൻ അവരോട് ആവശ്യപ്പെടുന്നത് ഈ ബാഹ്യമായ അടയാളങ്ങളെക്കാൾ ഉപരി ദൈവത്തിന് ആവശ്യം ആന്തരികമായ വിശുദ്ധിയാണ്. നിൻ്റെ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ദൈവത്തിൻ്റെ പക്കലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അതിന് യേശുനാഥൻ ഉദാഹരണം പറയുകയാണ്. ഈ ബാഹ്യമായ ആഹാര രീതികൾക്ക് വളരെയധികം പ്രാധാന്യം ഇസ്രായേൽക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു. ചില ആഹാരങ്ങളൊക്കെ അവരെ സംബന്ധിച്ച് നിഷിദ്ധമായിരുന്നു. എന്നാൽ കർത്താവ് പറയുന്നത് ഈ ആഹാരങ്ങളൊന്നുമല്ല നിന്നെ അശുദ്ധനാക്കാൻ പോകുന്നത്. നിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദുഷ്ചിന്തകളും ദുഷ്വിചാരങ്ങളും ഒക്കെയാണ് നിന്നെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിവെക്കാൻ, അവിടെ വിശുദ്ധീകരിക്കാനാണ് നീ ശ്രമിക്കേണ്ടത്. ഇതൊക്കെ വിശുദ്ധീകരിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടും മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ടുമാണ്. ഞാൻ എപ്പോഴാണോ എൻ്റെ ദൈവത്തെയും അവരെന്നെയൊക്കെ ഏറ്റവും സ്നേഹത്തോടു കൂടി കരുതുന്നത്, അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകും. പക്ഷേ ഈ വിശുദ്ധി എന്നെ ബാഹ്യമായ വിശുദ്ധിയിലേക്ക് നയിക്കും, ബാഹ്യമായ സൗഖ്യത്തിലേക്ക് നയിക്കും. അതിനൊരു ഉദാഹരണമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന, തിരുനാൾ ആഘോഷിക്കുന്ന പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ഫ്രാൻസിൽ ബെർണഡിറ്റ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക്, 14 വയസ്സുകാരിക്ക് ഏതാണ്ട് 8ഓളം പ്രാവശ്യം പരിശുദ്ധ കന്യകാമറിയം 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മറിയം ആവശ്യപ്പെട്ടത് വിശ്വാസത്തിലേക്ക് തിരിച്ചു വരിക, പശ്ചാത്തപിക്കുക, നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കുമെന്നാണ്. അമ്മ കാണിച്ചു കൊടുത്ത ഒരു വെള്ളച്ചാട്ടം, അത് അവിടെ സൗഖ്യത്തിൻ്റെ അരുവിയായി അത് മാറുന്നുണ്ട്. അവിടെ സ്പർശിക്കുന്നവർക്കൊക്കെ രോഗസൗഖ്യം പിന്നീട് ലഭിക്കുന്നതിന് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ലോകത്തിലെ എല്ലാ രോഗികളായവരുടെ സൗഖ്യത്തിൻ്റെ ദിനം കൂടെ ആയിട്ടാണ് ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. കാരണം വിശ്വാസത്തിലേക്ക് തിരിയുമ്പോൾ, ദൈവത്തിലേക്ക് തിരിയുമ്പോൾ, എൻ്റെ ആന്തരികമായ ഹൃദയം ദൈവത്തോളം അടുക്കുമ്പോൾ അവിടെ എനിക്ക് ബാഹ്യമായ സൗഖ്യം ഉണ്ടാകുന്ന ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്, ദൈവത്തിലേക്ക് തിരിയുക, പശ്ചാത്തപിക്കുക, എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക, എനിക്ക് ബാഹ്യമായ സൗഖ്യവും അനുഗ്രഹങ്ങളും അടയാളങ്ങളും ഒക്കെ ലഭിക്കുമെന്നാണ്. ഇന്ന് ലൂർദ് തിരുസഭയിൽ അറിയപ്പെടുന്ന മറിയത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അവിടെ അത്രയധികം സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. ദൈവത്തിലേക്ക് തിരിയുന്നവർ, അവരെ വിശ്വസിച്ച് അവരുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ആ ശുദ്ധീകരണത്തിൻ്റെ വെള്ളത്തിലേക്ക് പോകുമ്പോൾ അവർ സൗഖ്യങ്ങൾ പ്രാപിക്കുകയാണ്. ഇത് ഈ സുവിശേഷത്തോട് നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് എൻ്റെ ആന്തരികമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനാണ്. ഈ ആന്തരികമായ വിശുദ്ധി എൻ്റെ ബാഹ്യമായ വിശുദ്ധിയിലേക്കും എന്നെ നയിക്കും. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ എൻ്റെ ജീവിതത്തെയും ആന്തരികമായി ബലപ്പെടുത്താനും വിശുദ്ധീകരിക്കാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുക. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.